യിരെമ്യാവ് അധ്യായം 48. മോവാബിനെക്കുറിച്ചുള്ള അരുളപ്പാട്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നെബോവിന് അയ്യോ കഷ്ടം, അത് ശൂന്യമായിരിക്കുന്നു. കിര്യത്തയീമിന് ലജ്ജ ഭവിച്ചു, അത് പിടിക്കപ്പെട്ടു പോയി. ഉയർന്ന കോട്ട ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. മോവാബിൻ്റെ വമ്പ് ഒടുങ്ങിപ്പോയി. ഹെശ്ബോനിൽ അവർ അതിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. വരുവിൻ, അതൊരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അതിനെ നശിപ്പിച്ച് കളക. മദ്മേനെ, നീയും നശിച്ചു പോകും, വാൾ നിന്നെ പിന്തുടരും. ഹോരോനയീമിൽ നിന്ന് നാശം, മഹാസംഹാരം എന്നിങ്ങനെ നിലവിളി കേൾക്കുന്നു. മോവാബ് തകർന്നിരിക്കുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു. ലൂഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറിപ്പോകുന്നു. ഹോരോനയീമിലേക്കുള്ള ഇറക്കത്തിൽ സംഹാരത്തെക്കുറിച്ചുള്ള നിലവിളിയുടെ സങ്കട ശബ്ദം കേൾക്കുന്നു. ഓടിപ്പോകുവിൻ, പ്രാണനെ രക്ഷിപ്പിൻ, മരുഭൂമിയിലെ ചൂരൽ ചെടി പോലെ ആയിത്തീരുവിൻ. നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും. കെമോശ് തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും. കൊള്ളയിടുന്നവൻ എല്ലാ പട്ടണത്തിലും വരും, ഒരു പട്ടണവും ഒഴിഞ്ഞു പോകയില്ല. യഹോവ അരുളി ചെയ്തതുപോലെ താഴ്വര നശിച്ചു പോകും, സമഭൂമി ശൂന്യമായിത്തീരും. മോവാബ് പറന്നു പോകേണ്ടതിന് അതിന് ചിറക് കൊടുപ്പിൻ, അതിൻ്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ശൂന്യമായി പോകും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, രക്തം ചൊരിയാതെ വാൾ അടക്കി വയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു, അവൻ്റെ മണം പോയിട്ടുമില്ല. ആകയാൽ പകരുന്നവരെ ഞാൻ അവൻ്റെ അടുക്കൽ അയപ്പാനുള്ള കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ അവനെ പകർന്നു കളയുകയും അവൻ്റെ പാത്രങ്ങളെ ഒഴിച്ച് കുടങ്ങളെ ഉടച്ചു കളയുകയും ചെയ്യും. ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ആശ്രയമായ ബേഥേലിങ്കൽ ലജ്ജിച്ചു പോയതുപോലെ മോവാബും കെമോശിങ്കൽ ലജ്ജിച്ചു പോകും. ഞങ്ങൾ വീരന്മാരും യുദ്ധസമർത്ഥന്മാരും ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്ങനെ? മോവാബ് നശിച്ചു, അതിൻ്റെ പട്ടണങ്ങൾ പുകയായി പൊങ്ങിപ്പോയിരിക്കുന്നു. അവൻ്റെ ശ്രേഷ്ഠ യുവാക്കൾ കൊലനിലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട്. മോവാബിന് ആപത്ത് വരുവാൻ അടുത്തിരിക്കുന്നു, അവൻ്റെ അനർത്ഥം ഏറ്റവും ബന്ധപ്പെടുന്നു. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ അവനെക്കുറിച്ച് വിലപിപ്പീൻ. അവൻ്റെ പേർ അറിയുന്ന ഏവരുമായുള്ളവരെ അയ്യോ, ബലമുള്ള വടി, ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞു എന്ന് പറവേ. ദീബോൻ നിവാസിനിയായ പുത്രി, നിന്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടെ ഇരിക്ക. മോവാബിനെ നശിപ്പിക്കുന്നവൻ നിന്റെ നേരെ വന്ന് നിന്റെ കോട്ടകളെ നശിപ്പിക്കുമല്ലോ. അരോവേർ നിവാസിനിയെ, നീ വഴിയിൽ നിന്നുകൊണ്ട് നോക്കുക. ഓടിപ്പോകുന്നവനോടും ചാടിപ്പോകുന്നവളോടും സംഭവിച്ചതെന്ത് എന്ന് ചോദിക്കാം. മോവാബ് തകർന്നിരിക്കാൻ ലജ്ജിച്ചു പോയിരിക്കുന്നു, മുറയിട്ട് നിലവിളിപ്പിൻ. മോവാബ് ശൂന്യമായിരിക്കുന്നു എന്ന് അർണോനിങ്കൽ അറിയിപ്പിൻ. സമഭൂമിക്ക് ന്യായവിധി വന്നിരിക്കുന്നു. ഹോലോനും യഹ്സയ്ക്കും മേഫാദിനും ദീബോനും നെബോവിനും ബേത്ത് ദിബ്ലാത്തയീമിനും കിര്യത്തയീമിനും ബേത്ത് ഗാംബൂലിനും ബേത്ത് മെയോനും കെരീയോത്തിനും ബൊസ്രയ്ക്കും മോവാബ് ദേശത്ത് ദൂരത്തും സമീപത്തും ഉള്ള എല്ലാ പട്ടണങ്ങൾക്കും തന്നെ. മോവാബിൻ്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അവൻ്റെ ഭുജം തകർന്നു പോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാണിക്ക കൊണ്ട് അവന് മത്ത് പിടിപ്പിപ്പിൻ. മോവാബ് തൻ്റെ ഛർദിയിൽ കിടന്നുരുളും, അവൻ പരിഹാസ വിഷയമായി തീരും. അല്ല, ഇസ്രായേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ? നീ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും തലകുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നുവോ? മോവാബ് നിവാസികളെ, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ. ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവെക്കുന്ന പ്രാവിനെ പോലെയാകുവിൻ. മോവാബ് മഹാഗർവി, അവൻ്റെ ഗർവത്തെയും അഹമ്മതിയെയും ഡംഭത്തെയും നിഗളത്തെയും ഉന്നതഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ്റെ ക്രോധം ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ്റെ സംസാരം അസത്യം, അസത്യമായത് അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മോവാബിനെക്കുറിച്ച് മുറയിടും, എല്ലാ മോവാബിനെയും കുറിച്ച് ഞാൻ നിലവിളിക്കും. കീർ ഹേരസിനെ,
ജനങ്ങളെക്കുറിച്ച് അവർ വിലപിക്കും. സിബ്മ മുന്തിരിവള്ളിയെ, എസേരിനെക്കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെക്കുറിച്ച് കരയും. നിന്റെ വള്ളികൾ കടലിനിക്കരെ കടന്നിരിക്കുന്നു, അവ യസേർ കടൽ വരെ എത്തിയിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരിക്കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല, ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും. ഹെശ്ബോനിലെ നിലവിളി ഹേതുവാൽ അവർ എലയാലെ വരെയും യഹസ് വരെയും സോവാർ മുതൽ ഹോരോനയും വരെയും എഗ്ലത്ത് ശെലീഷിയ വരെയും നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങളും ശൂന്യമായി തീരുമല്ലോ. പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് ധൂപം കാട്ടുന്നവനെയും ഞാൻ മോവാബിൽ ഇല്ലാതെയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മോവാബ് സമ്പാദിച്ച സമ്പാദ്യം നശിച്ചു പോയിരിക്കയാൽ അവനെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. കീർ ഹെരേസിലെ ജനങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും കത്രിച്ചുമിരിക്കുന്നു. എല്ലാ കൈകളിന്മേലും മുറിവും അരകളിൽ രട്ടും കാണുന്നു. ഇഷ്ടമില്ലാത്ത പാത്രത്തെ പോലെ ഞാൻ മോവാബിനെ ഉടച്ചു കളഞ്ഞിരിക്കയാൽ മോവാബിലെ എല്ലാ പുരമുകളിലും അതിൻ്റെ തെരുക്കളിൽ എല്ലായിടവും വിലാപമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് എങ്ങനെ ഉടഞ്ഞു പോയിരിക്കുന്നു! മുറയിടുവിൻ, മോവാബ് എങ്ങനെ ലജ്ജിച്ച് പുറംതിരിഞ്ഞിരിക്കുന്നു! അങ്ങനെ മോവാബ് തൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെയും പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായി തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ കഴുകനെ പോലെ പറന്ന് മോവാബിന്മേൽ ചിറക് വിടർക്കും. കെരിയോത്ത് പിടിക്കപ്പെട്ടു, ദുർഗങ്ങൾ കീഴടങ്ങിപ്പോയി. അന്നാളിൽ മോവാബിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. യഹോവയുടെ നേരെ വമ്പു കാണിക്കിയാൽ മോവാബ് ഒരു ജാതിയായിരിക്കാതെ വണ്ണം നശിച്ചു പോകും. മോവാബ് നിവാസിയെ, പേടിയും കുഴിയും കണിയും നിനക്ക് വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും. ഞാൻ അതിന് മോവാബിന് തന്നെ അവരുടെ സന്ദർശനകാലം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓടിപ്പോയവർ ബലമില്ലാതെ ഹെശ്ബോന്റെ നിഴലിൽ നിൽക്കുന്നു. എന്നാൽ ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു. മോവാബിന്റെ ചെന്നിയും തുമലപുത്രന്മാരുടെ നെറുകയും ദഹിപ്പിച്ചു കളയും. മോവാബേ, നിനക്ക് ഹാ കഷ്ടം! കെമോഷിൻ്റെ ജനം നശിച്ചിരിക്കുന്നു. നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു. എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രത്തോളമാകുന്നു മോവാബിനെ കുറിച്ചുള്ള ന്യായവിധി. അധ്യായം 49. അമ്മോന്യരെ കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രയേലിന് പുത്രന്മാരില്ലയോ? അവന് അവകാശിയില്ലയോ? പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി അവൻ്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും, അതിൻ്റെ പുത്രീ നഗരങ്ങളും തീ പിടിച്ച് വെന്തുപോകും. ഇസ്രയേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹെശ്ബോനെ, മുറയിടുക, ഹായ്, ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ. രബ്ബയുടെ പുത്രീ നഗരങ്ങളെ നിലവിളിപ്പിൻ, രട്ടെടുത്തുകൊള്ളുവിൻ, വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉഴന്നു നടപ്പിൻ. മൽക്കോമും അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകും. ആർ എൻ്റെ നേരെ വരും എന്ന് പറഞ്ഞ് തൻ്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി, താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതെന്തിന്? നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ, നിന്റെ ചുറ്റുമുള്ള എല്ലാവരാലും ഞാൻ നിനക്ക് ഭയം വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ ചൊവ്വിന് ചിതറിപ്പോകും. ഉഴന്നു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരും ഉണ്ടാകുകയില്ല. എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകികളെ
വിട്ട് നശിച്ചു പോയോ? അവരുടെ ജ്ഞാനം ക്ഷയിച്ചു പോയോ? ദദാൻ നിവാസികളെ ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവിൻ. ഞാൻ ഏശാവിൻ്റെ ആപത്ത് അവൻ്റെ ദർശനകാലം തന്നെ അവന് വരുത്തും. മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ കാലാ പറിപ്പാൻ ചിലത് ശേഷിപ്പിക്കുകയില്ലയോ? രാത്രിയിൽ കള്ളന്മാർ വന്നാൽ തങ്ങൾക്ക് മതിയാകുവോളം മാത്രമല്ലോ നശിപ്പിക്കുന്നത്. എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവൻ്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അവന് ഒളിച്ചുകൊള്ളുവാൻ കഴിയുകയില്ല. അവൻ്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി, അവനും ഇല്ലാതെയായിരിക്കുന്നു. നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്കാം, ഞാനവരെ ജീവനോടെ രക്ഷിക്കും. നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു. പിന്നെ നിനക്ക് ശിക്ഷ വരാതെ പോകുമോ? നിനക്ക് ശിക്ഷ വരാതെ പോകുകയില്ല, നീയും കുടിക്കേണ്ടി വരും. ബൊസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിൻ്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായിത്തീരും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിൻ്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിങ്കൽ നിന്ന് കേട്ടു. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനുമാക്കും. പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. സൊദോമിൻ്റെയും ഗൊമോരയുടെയും അവയുടെ അയൽ പട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യോർദാൻ്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. എനിക്ക് സമനായവൻ ആർ? എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ? എൻ്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയൻ ആർ? അതുകൊണ്ട് യഹോവ ഏദോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചു കൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോട് കൂടെ ശൂന്യമാക്കും. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു. ഒരു നിലവിളി അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു. അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബൊസ്രയുടെ മേൽ ചിറകു വിടർക്കും. അന്നാളിൽ ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. ദമ്മേശെക്കിനെ കുറിച്ചുള്ള അരുളപ്പാട്. ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിവില്ല. ദമ്മേശെക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു, നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. കീർത്തിയുള്ള പട്ടണം എൻ്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നതെങ്ങനെ? അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിൻ്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചു പോകുകയും ചെയ്യും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദമ്മേശെക്കിൻ്റെ മതിലുകൾക്ക് തീവയ്ക്കും, അത് ബെൻഹദദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജയിച്ചടക്കിയ കേദാരിനെയും ഹസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ചു കളവിൻ. അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപഹരിക്കും. അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്ന് അവർ അവരോട് വിളിച്ചു പറയും. ഹസോർ നിവാസികളെ ഓടിപ്പോകുവിൻ, അതിദൂരത്ത് ചെന്ന് കുഴിയിൽ പാർത്തുകൊള്ളുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്.
ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നിങ്ങളെക്കുറിച്ച് ഒരു ആലോചന ആലോചിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ച് പാർക്കുന്നവരും സ്വൈരവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചെല്ലുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ ഒട്ടകങ്ങൾ കവർച്ചയും അവരുടെ കന്നുകാലിക്കൂട്ടങ്ങൾ കൊള്ളയും ആയിത്തീരും. തലയുടെ അരികെ വടിച്ചുവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിഹ്നിച്ചു കളയുകയും നാലുപുറത്തു നിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹാസോർ കുറുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവും ആയിത്തീരും. ആരും അവിടെ പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല. യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലോമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏലാമിൻ്റെ മുഖ്യ ബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഞാൻ ഏലാമിൻ്റെ നേരെ ആകാശത്തിൻ്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിൻ്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം എൻ്റെ ഉഗ്രകോപം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്.